ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ്റ്റഡി ചിപ്സ്. ഇന്ന് നമ്മൾ സ്റ്റഡി ചിപ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്രിസ്മസ് എക്സാമിന് അഥവാ സെക്കൻഡ് ടേം എക്സാമിന് 5ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് മാത്സിൽ നിന്നും വരുന്ന അഥവാ ഗണിതത്തിൽ നിന്നും വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസേഴ്സും ഡിസ്കസ് ചെയ്യുന്നതാണ്. 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം ആണ്. നിങ്ങൾ ക്വസ്റ്റ്യൻ റീഡ് ചെയ്യാനുള്ള ടൈമാണ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് 7 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിലേതെങ്കിലും 5 എണ്ണത്തിന് ആൻസർ എഴുതിയാൽ മതി. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 1, പ്രവർത്തനം 1 എന്താണ്? ഒരു സർക്കിൾ ഉണ്ടല്ലോ, ഒരു വൃത്തമുണ്ട് ഇവിടെ. ക്വസ്റ്റ്യനെ ഈ വൃത്തത്തിൻ്റെ ആരം അളന്നെഴുതുക. അപ്പോൾ ഈ വൃത്തത്തിൻ്റെ ആരം എന്താണല്ലേ? ഈ സെൻറ്ററിൽ നിന്ന് ഇവിടെ വരെയുമുള്ള നീളമാണ്. അപ്പോൾ നിങ്ങളുടെ സ്കെയിൽ എടുത്തിട്ട് 0 എന്നുള്ള ആ പോയിന്റ് ഇവിടെ വെച്ചിട്ട് ഇവിടുന്ന് എത്ര നീളമുണ്ടെന്ന് അളന്നെഴുതുക. 3 ആണോ 2 ആണോ 4 ആണോ, എത്ര സെൻറ്റിമീറ്റർ ഉണ്ട് ആ നീളം അളന്നെഴുതുക. ഇതാ നമ്മുടെ വൃത്തത്തിൻ്റെ നടുവിൽ നിന്നും ഈ വൃത്തത്തിലേക്കുള്ള ഈ നീളം അല്ലെ, ഈ പകുതി നീളമാണ് ആരം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുന്ന് എത്ര നീളമുണ്ടെന്ന് അളന്നെഴുതുക. ബി ക്വസ്റ്റ്യൻ, 4 സെൻറ്റിമീറ്റർ ആരമുള്ള ഒരു വൃത്തം വരയ്ക്കുക. അതിൻ്റെ വ്യാസം എത്രയാണ്? അപ്പോൾ 4 സെൻറ്റിമീറ്റർ സ്കെയിലിൽ അല്ലെ കോമ്പസിൽ അടയാളപ്പെടുത്തുക അല്ലേ. അപ്പോൾ 4 സെൻറ്റിമീറ്റർ ഇങ്ങനെ അളന്നിട്ട് അത് കോമ്പസിൽ വെച്ചിട്ട് ആ 4 സെൻറ്റിമീറ്റർ എടുത്തിട്ട് ഇങ്ങനെ ഒരു വൃത്തം വരയ്ക്കുക. എന്നിട്ട് അതിൻ്റെ വ്യാസം എത്രയാണെന്നാണ് ചോദിച്ചത്. ആരെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇവരെ വരെയുള്ള നീളമാണ്. അപ്പോൾ ആരം എത്രയാണ്? 4 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ അതിൻ്റെ വ്യാസം എത്രയാണല്ലേ? 4 4ൻ്റെ ഇരട്ടി അല്ലേ. ഇതിൻ്റെ ഡബിൾ എത്രയാണ്? 4 × 2 8. അപ്പോൾ വ്യാസം എത്രയാണ്? 8 സെൻറ്റിമീറ്റർ. 8 സെമി 8 സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ വ്യാസം അല്ലേ. ആരം 4 സെൻറ്റിമീറ്റർ ആണ്. അതായത് ഇവിടുന്ന് ഇവിടെ വരെയുള്ള നീളമാണ് ആരം. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് എത്ര ആയിരിക്കും? 4 ആയിരിക്കും. അപ്പോൾ 4 4 8. സി, നിങ്ങൾ വരച്ച വൃത്തവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? നിങ്ങൾ വരച്ച വൃത്താണ് ഈ വൃത്തമല്ല. നിങ്ങളോട് 4 സെൻറ്റിമീറ്റർ ആരമുള്ള ഒരു വൃത്തം വരക്കാനാണ് പറഞ്ഞത്. അപ്പോൾ 4 സെൻറ്റിമീറ്റർ കോമ്പസിൽ അടയാളപ്പെടുത്തുക. സ്കെയിലിൽ അളന്നിട്ട് ആ വൃത്തം വരച്ചതിൽ ഏതാണ് ശരിയായ പ്രസ്താവന? ഓപ്ഷൻ എ, കേന്ദ്രത്തിൽ നിന്നും 3 സെൻറ്റിമീറ്റർ അകലെയുള്ള ബിന്ദു വൃത്തത്തിന് പുറത്തായിരിക്കും. വൃത്തത്തിന് പുറത്തായിരിക്കുമോ? അല്ല. ബി, കേന്ദ്രത്തിൽ നിന്നും 5 സെൻറ്റിമീറ്റർ അകലെയുള്ള ബിന്ദു വൃത്തത്തിന് അകത്തായിരിക്കും. സി, കേന്ദ്രത്തിൽ നിന്നും 3 സെൻറ്റിമീറ്റർ അകലെയുള്ള ബിന്ദു വൃത്തത്തിന് അകത്തായിരിക്കും. ഡി, കേന്ദ്രത്തിൽ നിന്നും 4 സെൻറ്റിമീറ്റർ അകലെയുള്ള ബിന്ദു വൃത്തത്തിന് പുറത്തായിരിക്കും. അപ്പോൾ 4 സെൻറ്റിമീറ്റർ അളവെടുത്തിട്ടാണ് നമ്മളൊരു സർക്കിൾ വരയ്ക്കുന്നത്. അപ്പോൾ അതിൻ്റെ റേഡിയസ് അല്ലേ, റേഡിയസ് എന്ന് പറയുന്നത് ഇവിടുന്ന് ഇവിടെ വരെ 4 സെൻറ്റിമീറ്റർ ആണ് അല്ലേ. അപ്പോൾ അതിൻ്റെ വ്യാസം എന്ന് പറയുന്നത് 4 4 8 ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ റേഡിയസിലെ അതിൻ്റെ ആരം എന്താണ്? 4 ആണ് അല്ലേ. 3 സെൻറ്റിമീറ്റർ വരച്ചാൽ അതിൻ്റെ പുറത്തായിരിക്കുക? ഇല്ല അല്ലേ. ഒരു 3 സെൻറ്റിമീറ്റർ, ഇവിടുന്ന് 4 സെൻറ്റിമീറ്റർ ഉണ്ട്. അപ്പോൾ 3 സെൻറ്റിമീറ്റർ ഉള്ളൊരു ആരത്തിൽ നിന്ന് വരച്ചാലല്ലേ അല്ലേ, കേന്ദ്രത്തിൽ നിന്നുമാണ് വരക്കുന്നത്. കേന്ദ്രം എന്ന് പറഞ്ഞാൽ ഈ നടുവിൽ നിന്ന് വരച്ചാൽ ഒരു 3 സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ആയിരിക്കും അല്ലേ. 5 സെൻറ്റിമീറ്റർ ആകുമ്പോൾ 4 കടന്നല്ലേ, അപ്പോൾ വൃത്തത്തിന് പുറത്തായിരിക്കും അല്ലേ. ഒരു ബിന്ദു 4 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത്, അപ്പോൾ 3 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് വൃത്തത്തിൻ്റെ ഉള്ളിലായിരിക്കും. അപ്പോൾ ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അപ്പോൾ അത് ടിക്ക് ചെയ്യുക, ഓപ്ഷൻ സി. ചിത്രത്തിൽ 3 സെൻറ്റിമീറ്റർ ആരമുള്ള ഒരു വൃത്തവും ഒരു സമചതുരവുമാണ് ഉള്ളത്. സമചതുരത്തിൻ്റെ ചുറ്റളവ് എത്ര? അപ്പോൾ 3 സെൻറ്റിമീറ്റർ ആണ് ഈ വൃത്തത്തിൻ്റെ ആരം അല്ലേ. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള നമ്മുടെ വ്യാസം എത്രയാണ് അല്ലേ? 3 3 6 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഇവിടുന്ന് ഇവിടെ വരെയുള്ള നീളം കിട്ടിയില്ല, 6 ആണെന്ന്. അതൊരു സമചതുരമാണ്. സമചതുരത്തിൻ്റെ പ്രത്യേകത എന്താണ്? 4 സൈഡും അല്ലേ, 4 വശങ്ങളും തുല്യമായിരിക്കും അല്ലേ, 4 സൈഡും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇവിടെ 6 ആണെങ്കിൽ ഇവിടെയും 6, ഇവിടെയും 6, ഇവിടെയും 6. അപ്പോൾ 6 + 6 12, 12 + 6 18, 18 + 6 24, 24 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും അല്ലേ. 6 × 4 എന്ന് ചെയ്താൽ മതി. ഒരു സൈഡ് 6 ആണെങ്കിൽ അല്ലേ, 4 സൈഡാണുള്ളത്, 4 വശങ്ങളാണുള്ളത്. അപ്പോൾ 6 × 4, 1 6 6, 2 6 12, 3 6 18, 4 6 24. പ്രവർത്തനം 2, ചുവടെയുള്ള ഓരോ ചതുരത്തെയും തുല്യ വലിപ്പമുള്ള സമചതുരങ്ങളായി ഭാഗിച്ചിരിക്കുന്നു. അപ്പോൾ സമചതുരങ്ങളാണ്. ഷെയ്ഡ് ചെയ്ത ഭാഗത്തെ സൂചിപ്പിക്കുന്ന ഭിന്നസംഖ്യ എഴുതുക. ഭിന്നസംഖ്യ ഫ്രാക്ഷൻസ് രൂപത്തിൽ എഴുതാനാണ് പറഞ്ഞത്. ഷെയ്ഡ് ചെയ്തത് എത്ര ഭാഗമുണ്ട്? ടോട്ടൽ എത്ര സമചതുരങ്ങളുണ്ട്? 1 2 3 4 5 6 7 8 9 10. 10 സമചതുരങ്ങളുണ്ട്. അതിൽ എത്ര എണ്ണം ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്? കളർ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഷെയ്ഡ് ചെയ്ത ഭാഗം 1 2 3 4 5 ഭാഗം ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 10ൽ 5 ഭാഗം, അതായത് 5/10 എന്നാണ് നമ്മൾ എഴുതേണ്ടത് അല്ലേ. ഭിന്നരൂപത്തിൽ എഴുതാനാണ് പറഞ്ഞത്. ഭിന്നസംഖ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? P/Q A/B എന്നുള്ള ഫോമിൽ എഴുതുന്ന നമ്പേഴ്സാണ്. അപ്പോൾ അടിയിൽ ടോട്ടൽ അല്ലേ, ടോട്ടൽ എത്ര ചതുരമുണ്ട്? 10 എണ്ണം. മുകളിൽ എത്ര എണ്ണം ഷെയ്ഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് മുകളിൽ എഴുതുക. ദെൻ താഴെ എത്ര ബോക്സ് ഉണ്ട്? 1 2 3 4 5 6 7. ഇവിടെയും 7 7 14 എയും 14. 14 കള്ളികളുണ്ട്. 14 എണ്ണത്തിൽ എത്ര എണ്ണം ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്? 1 2 3 4 5. 5 എണ്ണം ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. 4ൽ 5 എണ്ണം ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. അതായത് 5/14 എന്നാണ് ഫ്രാക്ഷൻ രൂപത്തിൽ, ഭിന്നസംഖ്യാ രൂപത്തിൽ എഴുതുന്നത്. സി, മുകളിൽ കൊടുത്തിരിക്കുന്ന ചിത്രത്തിൽ ചതുരത്തിൻ്റെ പകുതി ഭാഗം ഷെയ്ഡ് ചെയ്തത് ഏത് ചിത്രത്തിലാണ്? ഈ 2 ചിത്രങ്ങളിൽ ചതുരത്തിൻ്റെ പകുതി ഭാഗം
അതായത് 14 എണ്ണം ഉണ്ടെങ്കിൽ ഇതിൻ്റെ പകുതി ഷെയ്ഡ് ചെയ്തത് അല്ലേ, 10 എണ്ണം ഉണ്ടെങ്കിൽ അതിൻ്റെ പകുതി എന്താണ് 5 എണ്ണം അല്ലേ. അപ്പോൾ ഇതാണ് ഓപ്ഷൻ എ ആണ് കറക്റ്റ് അല്ലേ. അപ്പോൾ എ എന്നുള്ള ചിത്രത്തിലാണ് ഓപ്ഷൻ സിൻ്റെ ആൻസർ എ അല്ലേ. ഈ ചിത്രത്തിലാണ് അല്ലേ ഒരു ചതുരത്തിൻ്റെ പകുതി ഭാഗം ഒരു 10 ചതുരമുണ്ട്, അതിൽ പകുതി എന്ന് പറഞ്ഞാൽ 5 ഭാഗം, ഇതിൻ്റെ പകുതിയും ഷെയ്ഡ് ചെയ്തത് ഓപ്ഷൻ എയിലാണ്. ഡി ഒരു ചതുരം വരച്ച് 3/7 ഭാഗം ഷെയ്ഡ് ചെയ്യുക. അപ്പോൾ ഒരു ചതുരം വരച്ചിട്ട് അതിൽ എയിൽ 3 ഭാഗം, അപ്പോൾ 7 കള്ളികൾ വരച്ചിട്ട് അതിൽ 3 ഭാഗം ഷെയ്ഡ് ചെയ്യാനാണ് പറഞ്ഞത്. 6 7 ഭാഗമാക്കിയിട്ട് അതിൽ 3 ഭാഗം ഷെയ്ഡ് ചെയ്യുക. 1 2 നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ 3 ഭാഗം ഷെയ്ഡ് ചെയ്താൽ മതി. അപ്പോൾ 7ൽ 3 7 കള്ളികളുണ്ട്, ആ 7 കള്ളിയിൽ 3 ഭാഗം ഷെയ്ഡ് ചെയ്യണം. 3 ഭാഗം കറക്റ്റായിട്ട് 3 ഭാഗം ഷെയ്ഡ് ചെയ്യുക. അപ്പോൾ ഇത് പറയാം 7ൽ 3 ഭാഗം ഷെയ്ഡ് ചെയ്തെന്ന് പറയാം. ഈ 4 1/3 തുല്യമായ ഭിന്നം താഴെ കൊടുത്തവയിൽ ഏതാണ്? അപ്പോൾ ഈ ഭിന്നരൂപത്തിന് തുല്യമായത് ഏതാണ്? 4 1/3 എന്ന് പറഞ്ഞാൽ എന്താണ്? അടിയിലുള്ള ഈ 2 നമ്പേഴ്സ് തമ്മിൽ ഗുണിക്കുക അല്ലേ, എങ്ങനെ ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 4 × 3 12, 12 + 1 13/3 എന്നാണ് ഇത്. 13/3 ഏതാണ് അല്ലേ, ഓപ്ഷൻ 2 13/3. 4 1/3 എന്ന് പറഞ്ഞാൽ എന്താണ് ഇതിൻ്റെ പൂർണ്ണരൂപം? അതായത് 4 × 3 ഇതിങ്ങനെ ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ദെൻ മുകളിലുള്ള 1 അല്ലേ +1 +1 ആണ് /3 ആണ്. 4 3 12 + 1 13/3 ഇതാണ് ആൻസർ ഓപ്ഷൻ 2. പ്രവർത്തനം 3. ഒരു ഹാളിൻ്റെ നീളം 8 മീറ്ററും വീതി 6 മീറ്ററുമാണ്. അതിൻ്റെ പരപ്പളവ് എത്ര? പരപ്പളവ് കാണാൻ നീളം ഇൻറ്റു വീതി അല്ലേ. നീളം 8 ആണ്, വീതി 6 ആണ്. നീളം ഇൻറ്റു വീതി 8 × 6 48 ചതുരശ്ര മീറ്റർ. ചതുരശ്ര മീറ്റർ ആണ് പരപ്പളവിൻ്റെ യൂണിറ്റിലെ 48 ചതുരശ്ര മീറ്റർ. ബി ക്വസ്റ്റ്യൻ ഈ ഹാളിൻ്റെ ഒരു ഭാഗത്ത് 3 മീറ്റർ വീതിയിൽ ചതുരാകൃതിയിലുള്ള ഒരു ക്യാബിൻ ഉണ്ടാക്കി. 3 മീറ്റർ വീതിയാണ്. ഇതിൻ്റെ പരപ്പളവ് 12 ചതുരശ്ര മീറ്റർ ആണ്. ക്യാബിൻ്റെ നീളം എത്രയാണ്? കണ്ടോ, പരപ്പളവിൻ്റെ യൂണിറ്റ് 12 ചതുരശ്ര മീറ്റർ. അപ്പോൾ പരപ്പളവിൽ നമ്മൾ പരപ്പളവിൻ്റെ എത്ര എഴുതുമ്പോൾ ചതുരശ്ര മീറ്റർ എന്ന് എഴുതണം. അപ്പോൾ ക്യാബിൻ്റെ നീളമാണ് ചോദിച്ചത്. ഇവിടെ നീളവും വീതിയും തന്നിട്ട് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ നീളവും വീതിയും തന്നിട്ട് പരപ്പളവ് കാണാൻ നീളം ഇൻറ്റു വീതി ചെയ്താൽ മതിയായിരുന്നു. ഇവിടെ പരപ്പളവ് തന്നിട്ടുണ്ട്, അതേപോലെ തന്നെ വീതി തന്നിട്ടുണ്ട്, നീളം കാണാനാണ് ചോദിച്ചത്. അപ്പം നീളം ഇൻറ്റു വീതി ചെയ്യുമ്പോഴാണ് ഈ പരപ്പളവ് കിട്ടേണ്ടത് 12 കിട്ടേണ്ടത്. അപ്പം 3നോട് ഏത് സംഖ്യയെ ഇൻറ്റു ചെയ്താലാണ് അല്ലെ ഗുണിച്ചാലാണ് നമുക്ക് 12 കിട്ടുക അല്ലെ, 4 കൊണ്ട് ഗുണിച്ചാലാണ്. അപ്പം നീളം എന്തായിരിക്കും? 4 ആയിരിക്കും അല്ലേ. 3 × 4 ആണ് 12. അപ്പം നമുക്ക് 4 എന്ന് എഴുതാം. ഇതിൻ്റെ നീളം എത്രയാണെന്നാണ് ചോദിച്ചത്. വീതി തന്നിട്ടുണ്ട് 3 ആണെന്ന്. അപ്പം നീളം ഇൻറ്റു വീതിയാണ്, പരപ്പളവ് 12 തന്നിട്ടുണ്ട്. അപ്പോൾ 12 കിട്ടണമെങ്കിൽ ഇവിടെ നീളം എന്തായിരിക്കണം? 4 ആയിരിക്കണം. 4 3 ആണ് 12. ക്വസ്റ്റ്യൻ സി. ക്യാബിൻ്റെ പരപ്പളവിൻ്റെ എത്ര മടങ്ങായിരിക്കും ഹാളിൻ്റെ പരപ്പളവ്? അപ്പം ക്യാബിൻ്റെ പരപ്പളവ് എന്താണ്? 12 ആണ്. അതിൻ്റെ എത്ര മടങ്ങ്, എത്ര ഇരട്ടി ആയിരിക്കും ഹാളിൻ്റെ പരപ്പളവ്? അപ്പോൾ ഹാളിൻ്റെ പരപ്പളവ് എന്താണ്? ഇതാണ് ഹാളിൻ്റെ പരപ്പളവാണ് നമ്മൾ ഫസ്റ്റ് കണ്ട 48 ചതുരശ്ര മീറ്റർ. അപ്പോൾ ഈ ക്യാബിൻ്റെ പരപ്പളവ് എത്രയാണ്? 12ൻ്റെ എത്ര ഇരട്ടിയാണ്, എത്ര മടങ്ങാണ്? 48 എന്നാണ് ചോദിച്ചത്. അപ്പോൾ 12 എത്ര പ്രാവശ്യം എഴുതിയാലാണ് നമുക്ക് 48 കിട്ടുക? 4 പ്രാവശ്യം എഴുതുമ്പോഴാണ് അല്ലേ. 12 12 24, 24 വീണ്ടും ഒരു 24 കൂടിയില്ലേ, 2 12 24, 24 24 ആണ് 48. അപ്പോൾ 12ൻ്റെ 4 മടങ്ങാണ് 48. ഹാളിൻ്റെ പരപ്പളവ് 12 ആണ്. ആ 12ൻ്റെ 4 ഇരട്ടിയാണ് എന്തിൻ്റെ? ഹാളിൻ്റെ പരപ്പളവ് അല്ലേ. അപ്പം 4 ഇരട്ടി എന്ന് എഴുതാം. 4 മടങ്ങ്. എത്ര മടങ്ങാണെന്നാണ് ചോദിച്ചത്? 4 മടങ്ങ്. ക്യാബിൻ്റെ പരപ്പളവിൻ്റെ എത്ര മടങ്ങാണ് ഹാളിൻ്റെ പരപ്പളവ്? 4 മടങ്ങ്. ക്വസ്റ്റ്യൻ ഡി. ക്യാബിൻ്റെ ചുറ്റളവിൻ്റെ എത്ര മടങ്ങായിരിക്കും ഹാളിൻ്റെ ചുറ്റളവ്? അപ്പോൾ പരപ്പളവ് 4 മടങ്ങാണ്. അപ്പോൾ ചുറ്റളവ് എന്തായിരിക്കും? 2 മടങ്ങായിരിക്കും. പ്രവർത്തനം 4. സുനിൽ 125 രൂപ വിലയുള്ള 12 പുസ്തകങ്ങളും 12 രൂപ വിലയുള്ള 125 പേനകളും വാങ്ങി. ആകെ എത്ര രൂപ കൊടുക്കണം? അപ്പോൾ ഒരു പുസ്തകത്തിൻ്റെ വില 125 ആണ്. അങ്ങനത്തെ 12 പുസ്തകമുണ്ട്. അപ്പോൾ 12 പുസ്തകത്തിൻ്റെ വില കാണാൻ 12 × 125 പ്ലസ് എന്തുകൂടി ഉണ്ട്? പേന കൂടി ഉണ്ട് അല്ലേ. 12 രൂപൻ്റെ 125 പേനയാണ് വാങ്ങിയത്. അപ്പോൾ ഒരു പേനൻ്റെ വില 12 രൂപ, 125 പേനൻ്റെ വില 12 × 125. 12 ഗുണിക്കണം 125. അപ്പോൾ 125 × 12 നിങ്ങൾ ഗുണിച്ച് നോക്കുക. 125നെ 12ഉമായിട്ട് ഗുണിക്കുമ്പോൾ 1500 എന്ന് ഉത്തരം കിട്ടും. പ്ലസ് 12 × 125 എന്താണ്? ഇത് നേരെ തിരിച്ചിട്ടതാണല്ലേ, അതും 1500 എന്ന് കിട്ടും. ഏതെങ്കിലും ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. ഗുണിച്ച് നോക്കുക അല്ലേ. ആദ്യം 2 കൊണ്ട് ഈ നമ്പറൊക്കെ ഗുണിക്കുക, പിന്നെ 1 കൊണ്ട് ഈ നമ്പറൊക്കെ ഗുണിച്ചിട്ട് ആഡ് ചെയ്യുക. 1500 + 1500 എത്രയാണ്? 15 + 15 എത്രയാണ്? 30 അല്ലേ. 30ഉം പിന്നെ എത്ര പൂജ്യം ഉണ്ട്? 2 പൂജ്യവും. അപ്പോൾ 3000 എന്ന് നമുക്ക് ആൻസർ കിട്ടും. എ ക്വസ്റ്റ്യൻ്റെ ഉത്തരമാണ് 3000. ഇനി ബി. ആകെ വിലക്ക് എത്ര പുസ്തകങ്ങൾ വാങ്ങാം? 3000 വിലക്ക് എത്ര പുസ്തകം വാങ്ങാം അല്ലേ. പകുതി വിലക്ക് പുസ്തകവും പകുതി വിലക്ക് പേനയുമാണ് വാങ്ങിയത്. 1500 പുസ്തകവും 1500 പേനയുമാണ് ആദ്യം വാങ്ങിയത്. അങ്ങനെയാണെങ്കിൽ ഈ മുഴുവൻ വിലക്ക് ആകെ വിലക്ക് എത്ര പുസ്തകം മാത്രം വാങ്ങാം?
അപ്പോൾ ഈ പേനയുടെ പൈസ കൂടി പുസ്തകം വാങ്ങാം അല്ലേ, ഇതേ പൈസ തന്നെയാണ്. അപ്പോൾ ഇതിന് 12 പുസ്തകത്തിനാണ് 1500. അപ്പോൾ ഒരു 12 പുസ്തകം കൂടി വാങ്ങിയാലും 1500 തന്നെ ആവുക. അപ്പോൾ 12 12 24 പുസ്തകം വാങ്ങാം അല്ലേ. 24 പുസ്തകം വാങ്ങിയാൽ 3000 രൂപ തന്നെ ആകുക അല്ലേ. അപ്പോൾ ആകെ വിലയ്ക്ക് എത്ര പുസ്തകം വാങ്ങാം എന്നാണ് ചോദിച്ചത്. അപ്പോൾ 24 പുസ്തകം വാങ്ങാം. ബീൻ്റെ ആൻസർ 24 പുസ്തകം. ക്വസ്റ്റ്യൻ സി, 285-ൻ്റെ 4 മടങ്ങും 285-ൻ്റെ 6 മടങ്ങും കൂട്ടിയാൽ 285-ൻ്റെ എത്ര മടങ്ങാണ്? അപ്പോൾ 285-ൻ്റെ 4 മടങ്ങും 285-ൻ്റെ 6 മടങ്ങും കൂട്ടിയാൽ എത്രയാണ്? 4 6 10, 6 7 8 9 10 അല്ലേ. അപ്പോൾ എത്ര മടങ്ങാണ്? 10 മടങ്ങാണ് അല്ലേ. ഇതിൻ്റെ 4 മടങ്ങും 285-ൻ്റെ 6 മടങ്ങും, അപ്പോൾ 4 6 10 മടങ്ങ്. 285-ൻ്റെ എത്ര മടങ്ങാണ്? അപ്പോൾ 10 മടങ്ങ്. ഇത് രണ്ടും കൂട്ടിയാൽ 10 മടങ്ങ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ 60 × 16 തുല്യമല്ലാത്തത് ഏതാണ്? തുല്യമായതല്ല, തുല്യമല്ലാത്തത്, ഈക്വൽ അല്ലാത്തതാണ് ചോദിച്ചത്. അപ്പം നമുക്ക് തുല്യമായത് ഏതൊക്കെയാണ്? 60 × 16, 16 × 60 ഈക്വൽ ആണ്. ഇതിൽ ഈക്വൽ അല്ലാത്തത് ഓപ്ഷൻ 3 120 × 16 മാത്രമാണ്. അതൊരു വലിയ സംഖ്യയാണ്. അപ്പോൾ എന്തായാലും വലിയ ആൻസർ ആയിരിക്കും കിട്ടുക. അതിന് ഈക്വൽ അല്ല. പ്രവർത്തനം 5. ഒരുപോലെയുള്ള കുറേ ദോശകൾ ഓരോന്നിനെയും 4 സമഭാഗങ്ങളായി മുറിച്ചു. അനു അതിൽ നിന്ന് 3 കഷണം എടുത്തു. ഒരു ദോശയുടെ എത്ര ഭാഗമാണ് അനു എടുത്തത്? ഇതൊരു ദോശ അല്ലേ. കുറേ ദോശകൾ ഓരോന്നിനെയും 4 ഭാഗങ്ങളായിട്ടാണ്, സമമായിട്ട് 4 സമഭാഗങ്ങളായിട്ടാണ് മുറിച്ചത്. അപ്പോൾ 4 ഈക്വൽ പാർട്സിലെ 4 സമഭാഗങ്ങളായിട്ട് മുറിച്ചു. അനു അതിൽ നിന്ന് 3 കഷ്ണം എടുത്തു. അനു അപ്പോൾ ഈ കഷ്ണം ഈ കഷ്ണം ഈ കഷ്ണം അല്ലേ, അതിൽ 3 കഷ്ണം അനു എടുത്തു. അങ്ങനെയാണെങ്കിൽ ഒരു ദോശയുടെ എത്ര ഭാഗമാണ് അനു എടുത്തത്? അപ്പോൾ ഒരു ദോശക്ക് 4 ഭാഗമുണ്ട്. ആ 4-ൽ 3 ഭാഗവും അനു എടുത്തു അല്ലേ. 3/4 അല്ലേ. ആകെ എത്ര ഭാഗങ്ങളാണ് ആക്കിയത്? അല്ലേ, ആകെ ഭാഗങ്ങളുടെ എണ്ണം 4. അനു എടുത്ത ഭാഗം എത്രയാണ്? 3 കഷ്ണങ്ങളാണ് എടുത്തത്. അത് മുകളിലും എഴുതുക അല്ലേ. ഇവിടെ എത്ര കഷ്ണങ്ങളുണ്ട്? 4 കഷ്ണമുണ്ട്. അതിൽ 3 എണ്ണം അനു എടുത്തു അല്ലേ. 4 എണ്ണത്തിൽ 3 എണ്ണം അനു എടുത്തു. 4 എണ്ണത്തിൽ 3 എണ്ണം അനു എടുത്തു. 3/4. ഈ മിനി എടുത്ത കഷ്ണങ്ങൾ ചേർത്ത് വെച്ചപ്പോൾ ഒരു ദോശ മുഴുവനായും കിട്ടി. എത്ര കഷ്ണങ്ങളാണ് മിനി എടുത്തിട്ടുണ്ടാവുക അല്ലേ. മിനി എടുത്തത് ചേർത്തപ്പോൾ ഒരു ദോശ മുഴുവനായിട്ടും കിട്ടി. അപ്പോൾ 4 കഷ്ണമാണ് കേട്ടോ. അതാണ് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ. 4 ഭാഗമാണ് ആക്കിയത്. അപ്പോൾ മിനി എടുത്ത കഷ്ണങ്ങളൊക്കെ ചേർത്ത് വെച്ചപ്പോൾ ഒരു ദോശ കിട്ടിയെന്ന് പറഞ്ഞാൽ മിനി ഈ 4 കഷ്ണങ്ങൾ എടുത്തിട്ടുണ്ട് ഇല്ലേ. അപ്പോൾ 4 കഷ്ണങ്ങളാക്കിയാൽ 4 എടുത്ത് വെക്കുമ്പോഴല്ലേ ഒരു ദോശ മുഴുവനായിട്ട് കിട്ടുള്ളൂ. 3 എടുക്കുമ്പോൾ ഒരു ദോശ കിട്ടില്ലല്ലോ, മുക്കാലാവുകയുള്ളൂ. അപ്പോൾ ഈ കഷ്ണം കൂടി എടുക്കുമ്പോഴാണ് ഒരു ദോശ മുഴുവൻ കിട്ടുക. അപ്പോൾ മിനി എന്താണ്? 4 കഷ്ണങ്ങളും എടുത്തിട്ടുണ്ട് അല്ലേ. എത്ര കഷ്ണങ്ങളാണ് മിനി എടുത്തിട്ടുണ്ടാവുക? 4 കഷ്ണം എടുത്താലേ ഒരു ദോശ മുഴുവൻ കിട്ടുകയുള്ളൂ അല്ലേ. ഒരു ദോശയെ 4 ഭാഗമാക്കിയിട്ട് ആ 4 ഭാഗം എടുക്കുമ്പോഴേ ഒരു ദോശ നമുക്ക് മുഴുവനായിട്ടും കിട്ടുകയുള്ളൂ. ഇതിൻ്റെ ആൻസർ 4. സി, ബിനുവിന് കിട്ടിയ കഷ്ണങ്ങൾ ചേർത്ത് വെച്ചപ്പോൾ 2/1/4 ദോശയുണ്ട്. ബിനു എത്ര കഷ്ണങ്ങളാണ് എടുത്തത്? ബിനുവിന് കിട്ടിയത് ഓരോരുത്തർ ഓരോളാണ്. അനു, മിനി, ബിനു. ബിനുവിന് എത്ര കിട്ടിയത്? 2/1/4. 2/1/4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2-നെ 4 കൊണ്ട് ഗുണിക്കുക പ്ലസ് 1/4. 2/1/4 എന്ന് പറഞ്ഞാൽ 2 × 4 + 1/4 എന്നാണ്. ഇങ്ങനെ ക്രോസ് ആയിട്ട് ഇൻറ്റു ചെയ്യുക, പ്ലസ് മേലുള്ളതുമായിട്ട് പ്ലസ് ചെയ്യുക. 2 4 8, 8 + 1 9, 9/4. ഇതിന് ഈക്വലാണ് 9/4. അപ്പോൾ ബിനുവിന് എത്ര കിട്ടിയത് അല്ലേ? 4 കഷ്ണമാണ് ആക്കിയത്. ആ 4 കഷ്ണങ്ങളിൽ 9 കഷ്ണം ബിനുവിന് കിട്ടിയിട്ടുണ്ട്. 4 ഭാഗമാണ് ആക്കിയത്. ആ 4 ഭാഗങ്ങളിൽ 9 കഷ്ണം അല്ലേ. 2 1/4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? അതിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്തിട്ട് ഇങ്ങനെ ഇൻറ്റു ചെയ്ത് എഴുതുക. അപ്പോൾ നമുക്ക് ഈ ഒറ്റ ഫ്രാക്ഷൻ, ഒറ്റ ഭിന്നുള്ള സംഖ്യ കിട്ടും. 9/4 എന്നാണ്. ഇതിന് ഈക്വലാണ് ഇത്. അപ്പോൾ 9 കഷ്ണങ്ങൾ, 4-ൽ 9 കഷ്ണങ്ങൾ അല്ലേ. മുകളിലുള്ളതാണ് കഷ്ണങ്ങൾ, അടിയിലുള്ളത് ആകെയുള്ള ഭാഗങ്ങളാണ് അല്ലേ. അപ്പോൾ ആകെ 4 കഷ്ണങ്ങളിൽ 9 കഷ്ണം ബിനുവിന് കിട്ടിയിട്ടുണ്ട്. സീൻ്റെ ആൻസർ എന്താണ്? 9. അപ്പോൾ എൻ്റെ ആൻസർ 3/4, ബീൻ്റെ ആൻസർ 4, സീൻ്റെ ആൻസർ 9 9. ഇതൊക്കെ എന്താണ്? നമ്മളെ ഭിന്നസംഖ്യകൾ എന്നുള്ള പാഠഭാഗത്തിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് അല്ലേ. ബി ക്വസ്റ്റ്യൻ, 7 മീറ്റർ നീളമുള്ള റിബൺ 5 പേർ തുല്യമായി മുറിച്ചെടുക്കുന്നു. ഒരാൾക്ക് എത്ര മീറ്റർ റിബൺ കിട്ടും? അപ്പോൾ 7 മീറ്ററാണ് ആകെ നീളം. അതിൽ 5 പേർ തുല്യമായി മുറിച്ചെടുക്കുന്നു. അപ്പോൾ 7/5. ഒരാൾക്ക് എത്ര മീറ്ററാണ് കിട്ടുക അല്ലേ? 5-ൽ 7 ഭാഗം ഒരാൾക്ക് കിട്ടും. എത്ര ആൾക്കാണ് ഡിവൈഡ് ചെയ്യുന്നത് എന്നുള്ളത് താഴെ, എത്ര ആൾക്കാണ് കൊടുക്കുന്നത് അല്ലെ. വീതിക്കുന്ന ആളുകളുടെ എണ്ണം താഴെ എഴുതുക. മുകളിൽ ആകെ എത്ര നീളമുണ്ടെന്ന് എഴുതുക. ഇതിൻ്റെ ആൻസർ 7/5. ക്വസ്റ്റ്യൻ സി, 5/8 തുല്യമല്ലാത്ത ഭിന്നം താഴെ കൊടുത്തവയിൽ ഏതാണ്? ഇതിന് തുല്യമല്ലാത്തതാണ് ചോദിച്ചത്, ഈക്വൽ അല്ലാത്തത്. ഇതിന് തുല്യമായതല്ല. ഇതിന് തുല്യമായത് ഏതൊക്കെയാണ്? ഇതിൻ്റെ ഇരട്ടിയില്ലേ, 5-ൻ്റെ ഇരട്ടി 10, 8-ൻ്റെ ഇരട്ടി 16, ഇതൊക്കെ ഇതിന് തുല്യമാണ് അല്ലേ. ഇത് 5-ൻ്റെ 15/24. ഇതിനൊക്കെ നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്താലല്ലേ, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലൊക്കെ ഈ നമ്പർ കിട്ടും. ഇതൊക്കെ ഇതിന് തുല്യമാണ് അല്ലേ. 5 5 25, 8-ന് അതേപോലെ തന്നെ നമുക്ക് 40 അല്ലേ. ഇതൊക്കെ അതിനെ ഇന്ത്യത്തെ നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതാൻ കഴിയും. പക്ഷേ 8-നെ നമുക്ക് 30 ആക്കി എഴുതാൻ കഴിയും ഇല്ല. അപ്പം 5/8 തുല്യമല്ലാത്തത് 20/30 എന്നുള്ള മൂന്നാമത്തെ ഓപ്ഷനാണ്. പ്രവർത്തനം 6. ഒരു മുറിയിൽ ഒരുപോലെയുള്ള ടൈലുകൾ നിരത്തിയിരിക്കുന്നു. ഒരേപോലെയുള്ള ടൈലുകളാണ് നിരത്തിയത്. ഇതിനെ ഇത്തരം എത്ര ടൈലുകൾ ഈ മുറിയിൽ നിരത്താൻ കഴിയും? അപ്പോൾ ഇതുപോലെയുള്ള എത്ര ടൈലുകൾ ഇതിൽ നിരത്താം? അപ്പോൾ ഒരുപോലെയുള്ളതാണ്. അപ്പോൾ
ഇവിടെ 1 2 3 4 5 എണ്ണം ഉണ്ട്. അപ്പോൾ ഇവിടേക്കും ഇങ്ങനെ ഓരോന്നില്ലേ 5 എണ്ണം വീതം ഇവിടെ വെക്കാം. അതുപോലെ തന്നെ ഇങ്ങോട്ടും അല്ലേ ഇവിടേക്കും 5 എണ്ണം വീതം വെക്കാം. അപ്പോൾ 5 × 5 25. അപ്പം നീളം ഇൻറ്റു വീതി അല്ലേ 5 × 5 25 5 5 25 5 എണ്ണം നിരത്താൻ കഴിയും. ബി ഒരു ടൈലിൻ്റെ നീളം 60 സെൻറ്റിമീറ്ററും വീതി 30 സെൻറ്റിമീറ്ററും ആണ്. ഒരു ടൈലിൻ്റെ പരപ്പളവ് എത്ര? അപ്പോൾ ഒരൊറ്റ ടൈലിൻ്റെ നീളം 60 ആണ്, 60 സെൻറ്റിമീറ്റർ ആണ്. വീതി 30 സെൻറ്റിമീറ്റർ ആണ്. ആണ് വീതി അല്ലേ, വീതി 30 സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു ടൈലിൻ്റെ പരപ്പളവ്, ഈ ഒരു ടൈലിൻ്റെ പരപ്പളവ് എത്രയാണ്? നീളം ഇൻറ്റു വീതി. 60 × 30 എത്രയാണ്? 0 വരുന്ന സംഖ്യകൾ ഗുണിക്കാനൊരു എളുപ്പമാർഗ്ഗമുണ്ട്. അതായത് ഈ രണ്ട് നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് എത്ര 0 ഉണ്ടോ അതിട്ട് കൊടുക്കുക. അതായത് 6 × 3 എത്രയാണ്? 1 6 6 2 6 12 3 6 18. 18 എത്ര 0 ഉണ്ട്? 1 2 0. 1800 എന്ന് ആൻസർ കിട്ടും അല്ലേ. നീളം ഇൻറ്റു വീതിയാണ് പരപ്പളവ് കാണാൻ അല്ലേ, നീളം ഇൻറ്റു വീതി. ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ 1800. എ ക്വസ്റ്റ്യൻ്റെ ആൻസർ 25. ഈ ക്വസ്റ്റ്യൻ സി മുറിയുടെ ആകെ പരപ്പളവ് എത്ര? അപ്പോൾ ആകെ പരപ്പളവാണ്, ഇത് ഒരു ടൈലിൻ്റെതാണ്. അങ്ങനത്തെ മൊത്തത്തിൽ ആകെ പരപ്പളവാണ് ചോദിച്ചത്. അപ്പോൾ ഒരു ടൈലിൻ്റെ 1800 കിട്ടി. അങ്ങനെ എത്ര ടൈലുകളുണ്ട് അല്ലേ, എത്ര ടൈലുകളുണ്ട്? 25 ടൈലുകളുണ്ട് നമ്മൾ ആദ്യം കണ്ടുപിടിച്ചു അല്ലേ. അപ്പോൾ 25 ടൈലിന് എത്രയാവും? 25 × 1800 അല്ലേ. 25 ടൈലുള്ള ആകെ പരപ്പളവാണ് ചോദിച്ചത്. ഒരു ടൈലിൻ്റെതാണ് നമ്മൾ 1800 കണ്ടുപിടിച്ചത്. അങ്ങനത്തെ എത്ര ടൈലുണ്ട്? 25 ടൈലുണ്ട് അല്ലേ. 25 ടൈലുണ്ട് നമ്മൾ ആദ്യം കണ്ടുപിടിച്ചു. അപ്പോൾ 25 × 1800 എത്രയാണോ അതാണ് മുറിയുടെ ആകെ പരപ്പളവ്. അത് 0 വരുന്ന കേസിൽ നമ്മൾ പറഞ്ഞു നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുക എന്നിട്ട് 0 ഇട്ട് എടുക്കുക. അപ്പോൾ നമ്മൾ 25 × 18 ചെയ്ത് നോക്കുക. 18 എത്രയാണ്? 5 × 25 6 × 30 7 × 35 8 × 40. 8 × 40 0 ബാലൻസ് 4. 1 8 2 8 16 16ഉം 4ഉം 16 17 18 19 20. 1 5 5 1 2 2 5 2 2 4 450 450 എന്ന് കിട്ടി. 450 എന്ന് കിട്ടി. 450 ഈ 2 0 നമ്മൾ എടുത്തില്ല. 25 × 18 മാത്രമാണ് ചെയ്തത്. പിന്നെ 2 0 കൂടി ഉണ്ട്. അപ്പോൾ 2 0 കൂടി ഇട്ട് കൊടുക്കുക. 45000 എന്ന ആൻസർ കിട്ടും. ഉത്തരം എ. ക്വസ്റ്റ്യൻ എ 1245 പുസ്തകങ്ങൾ 12 വീതമുള്ള കെട്ടുകളാക്കിയാൽ എത്ര കെട്ടുകൾ ഉണ്ടാകും? അപ്പോൾ ആകെ പുസ്തകങ്ങൾ 1245, അതിനെ 12 കെട്ടുകളാണ് ആക്കേണ്ടത്. അതായത് 12 ആളുകൾക്ക് വീതിച്ച് കൊടുക്കുന്നത് പോലെ തന്നെയാണ്. അതായത് 1245 പുസ്തകങ്ങൾ 12 കെട്ടുകളാണ്. 12 ആൾക്ക് വീതിക്കുക എന്ന് പറഞ്ഞാൽ 1245/12. 1245 ഡിവൈഡഡ് ബൈ 12 ഹരിക്കണം 12. അപ്പോൾ 1-ൽ 12 ഇല്ല. അപ്പോൾ 12-ൽ എത്ര 12 ഉണ്ട്? 1 ഒരു 12 12 12 എന്ന് 12 പോയാൽ 0. പിന്നെ 4 എടുത്ത് എഴുതുക. 4-ൽ എത്ര 12 ഉണ്ട്? ഇല്ല 12 ഇല്ല 0. 4-ലും ഇല്ല 12 ഇല്ല. അപ്പോൾ 0 ആണുള്ളത്. ദെൻ 5 താഴോട്ട് എടുത്ത് എഴുതുക. 45-ൽ എത്ര 12 ഉണ്ട്? 12ഉം 12 24. 24ഉം 12ഉം 2 4 6 1 2 3 36. അപ്പോൾ 3 12 36 ആണ്. 3 12 36. 45-ൽ നിന്ന് 36 പോയാൽ 9 ആണ്. 45-ൽ നിന്ന് 36 പോയാൽ 9. ബാലൻസ് 9. 103 ആൻസർ. നമ്മൾ സാധാരണ എങ്ങനെ എഴുതൽ? ഫ്രാക്ഷൻ ആക്കിയിട്ടില്ലേ 103 താഴെയുള്ള ബാലൻസ് ഇവിടെ എഴുതിയിട്ട് ഡിവൈഡഡ് ബൈ 12 ഇങ്ങനെയാണ് ഫ്രാക്ഷൻ ആക്കിയതിൽ. പക്ഷേ ഇവിടെ എന്താണ് ചോദിച്ചത്? പുസ്തകങ്ങളാണില്ലേ, എത്ര കെട്ടുകൾ. അപ്പോൾ ബുക്കുകളും പെന്നുകളും അങ്ങനത്തെ സാധനങ്ങളൊന്നും നമ്മൾ ഫ്രാക്ഷൻ ആയിട്ട് എഴുതില്ല. നമുക്ക് മുറിക്കാൻ കഴിയില്ലല്ലോ. ഒരാൾക്ക് 3-ൽ 9-ൽ 12-ൽ 9 ഭാഗം അല്ലെങ്കിൽ എന്താണ് 3-ൽ 1 ഭാഗം മുറിച്ച് അങ്ങനെ ബുക്കൊന്നും മുറിക്കാൻ പറ്റില്ല അല്ലെ. മുറിച്ച് കിട്ടിയിട്ട് നമുക്ക് ഉപകാരമില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒബ്ജക്റ്റുകൾ, ഇങ്ങനത്തെ സാധനങ്ങൾ, ബുക്ക് പെന്ന്, ആളുകൾ അല്ലേ, ആളുകൾക്ക് എത്ര ആളുകൾക്കാണ് കിട്ടുക അങ്ങനെയൊക്കെ ചോദിക്കില്ലേ. അപ്പോൾ അങ്ങനത്തെ സാധനങ്ങൾ നമ്മൾ ഫ്രാക്ഷൻ ആക്കി എഴുതില്ല. അപ്പം ഇങ്ങനെ എഴുതണ്ട. കെട്ടുകൾ ഉണ്ടാവും എന്ന് ചോദിച്ചാൽ 103 എന്നാണ് ആൻസർ. 103 എടുത്താൽ മതി. ബാക്കി 9 എന്ന് വേണമെങ്കിൽ എഴുതാം. ഒരു കെട്ട് കൂടി ഉണ്ടാക്കാൻ ഇനി എത്ര പുസ്തകങ്ങൾ കൂടി വേണ്ടി വരും? അപ്പം എത്ര കെട്ടുകളാണ് ഉള്ളത്? 12 കെട്ടുകളുണ്ട്. ഇനി ഒരു കെട്ടുകൂടി ഉണ്ടാക്കാൻ എത്ര ബുക്ക് വേണ്ടി വരും? നമ്മളെ ബാലൻസ് ഉള്ളത് എത്രയാണ്? 9 ആണ്. 12 - 9 എത്രയാണ്? 3 ആണ്. ഒരു കെട്ടുകൂടി ഉണ്ടാക്കാൻ 3 പുസ്തകങ്ങൾ കൂടെ വേണം. എൻ്റെ ആൻസർ 103, ബീൻ്റെ ആൻസർ 3. ഇനി സി 1245 ഡിവൈഡഡ് ബൈ 12 തുല്യമായത് ഏത്? ഓപ്ഷൻ 3 1245 ആണ്. 1245 അല്ലേ. 1200 + 45 1245 ഡിവൈഡഡ് ബൈ 12. 1245 തുല്യമായത് 1200 ഡിവൈഡഡ് ബൈ 12 + 45 ഡിവൈഡഡ് ബൈ 12 എന്നുള്ള ഓപ്ഷൻ 3 മൂന്നാമത്തെ ഓപ്ഷനാണ് ഓപ്ഷൻ സിയുടെ ആൻസർ. ക്രിസ്മസ് എക്സാമിന് വരാൻ ചാൻസുള്ള ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇതുപോലുള്ള മോഡൽ ക്വസ്റ്റ്യൻ ആൻസറുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുവാനായി എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് വരുന്നതാണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാമിനേഷൻ.